ഹലോ, അസ്സലാമു അലൈക്കും. ഇതാ രാവിലെ എൻ്റെ റീന് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഷീക്ക് വന്നിട്ടുണ്ട്. ഇതാ അവന് അളിയന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവന് ഫോൺ കിട്ടിയ അളിയന് വെറുതെ വോയിസ് ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ അവന്. അപ്പോൾ അച്ചിപ്പ് വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി വന്നു. അപ്പോൾ എന്താണ് പൊങ്കലൊക്കെ അല്ലേ, അപ്പം അതിൻ്റെ ലീവാണ് കേട്ടോ. ദാവലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നാണ് കളിപ്പാട്ടം. ഇത് വേണം പറഞ്ഞിട്ട് തോക്ക്. ആർക്ക് വാനക്കടായി. അതിന് അളിയന് വോയിസ് ഇട്ടുകൊണ്ടിരിക്കുക. എനിക്ക് തന്നെ പണിയിട്ടാ. അളിയൻ പറഞ്ഞ ഞങ്ങളുടെ ആശി അച്ചുവിൻ്റെ അപ്പം ഇനി ഞങ്ങൾ പാലക്കാട് വരെ പോകണം കേട്ടോ. അച്ചിപ്പാട് വീട്ടിലേക്കൊന്ന് പോകണം, ഇത്താതമാരുടെ വീട്ടിലേക്കൊന്ന് പോകണം. കുറേ നാളായി പോയിട്ട്. അപ്പം ഇന്ന് എല്ലാവരുടെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരണം വെച്ചിട്ടാണ് കേട്ടോ. കുറേ ദിവസമായി പോയിട്ട് അവിടെയൊക്കെ. അപ്പോൾ ഇപ്പാനെ ഒന്ന് കാണാൻ പോകണം, പിന്നെ മോളുടെ അവിടേക്കൊന്ന് പോകണം, പിന്നെ ഇത്താതാൻ്റെ മോനിക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനെ ഒന്ന് കാണാൻ പോകണം. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ നാഷ്ട കഴിച്ചിട്ട് അങ്ങോട്ട് പോവാച്ചിട്ടാണ് കേട്ടോ. ഇന്ന് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആവും എത്താൻ. അപ്പോൾ നമുക്ക് പോകുമ്പോൾ കാണാം. അങ്ങനെ രാവിലെ പല്ല് തേക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു ചായ വെച്ചിട്ട് അത് എടുത്തുകൊണ്ട് ഇവിടെ വന്നിരിക്കേണ്ട. അപ്പോൾ എൻ്റെ റീനു ഇതാ ഇട്ടാപ്പൊട്ടി അഷീക്ക് ഇന്നലെ വരുമ്പോൾ വാങ്ങിയിട്ട് വന്നാണ് കേട്ടോ. അപ്പോൾ അത് പൊട്ടിക്കാണ്ട് അവർക്ക് സമാധാനമില്ല. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചോട്ടെ വെച്ചിട്ട് ഞാൻ കൊടുത്തപ്പോൾ ചാടിയിട്ടും മറിഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് പൊട്ടിച്ച് തീർക്കണം കേട്ടോ അവനക്കത്. പിന്നെ അഷീക്ക വന്നിട്ട് പട്ടാമ്പിയിലാണ് കേട്ടോ ജോലി. അപ്പോൾ ചിപ്സിൻ്റെ പണിയാണ്. അപ്പോൾ മാസത്തിലൊരിക്കേ വരുള്ളൂ. മാസത്തിൽ വന്നു കഴിഞ്ഞാൽ 2-3-4 ദിവസം ഒരാഴ്ച ഇരിക്കും കേട്ടോ. പിന്നെ അങ്ങനെ അപ്പോൾ വന്നാൽ എല്ലാവിടേക്കും പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ കുറച്ച് ദൂരമാണ് കേട്ടോ. പിന്നെ അവരൊക്കെ പാലക്കാട് അടുത്തടുത്തായിട്ട് തന്നെ ഇരിക്കുന്നത്, മുത്തശ്ശികളും ഇപ്പയൊക്കെ കേട്ടോ. അപ്പോൾ അവരിനെയൊക്കെ ഒന്ന് കാണാൻ പറഞ്ഞിട്ട് അച്ചു അവിടെയാണ്. അപ്പോൾ അച്ചുവിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകണം, കുറേ ആയി പോയിട്ട്. അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഇതാ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ നാഷ്ടപ്പണിയൊക്കെ കഴിക്കൽ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അവനെ കുളിപ്പിച്ച് റെഡിയാക്കി, ഞങ്ങളും കുളിച്ച് റെഡിയായി ഇതാ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിൽ, അപ്പോൾ മാസ്കും കാര്യങ്ങളും വെൽവെറ്റും ഒക്കെ ഇട്ടിട്ടാണ് പോക്ക്. അപ്പോൾ അങ്ങനെ ഇറങ്ങി ഇതാ പോണ വഴിക്ക് ഞങ്ങളിതാ പെട്രോൾ അടിക്കാനുണ്ടായിരുന്നു, പിന്നെ ഓയിൽ മാറ്റാനുണ്ടായിരുന്നു, പിന്നെ ടയർ കാറ്റടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇതാണ് കേട്ടോ തറവാട്. എന്നെ കല്യാണം കഴിച്ചു കൊടുത്ത വീടാണിത്. അപ്പോൾ ഇവിടെ വന്നിട്ട് 6 ആണും ഒരു പെണ്ണുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇളയച്ചൻ്റെ ഫാമിലിയും പിന്നെ ഇപ്പയും വേണം കേട്ടോ ഇവിടെ താമസം. പിന്നെ എല്ലാവരും ഇവിടെ അടുത്തടുത്താണ് കേട്ടോ വീട് വാങ്ങി അവരൊക്കെ താമസിക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ വന്ന് ഇപ്പാക്ക് സുഖമില്ലാണ്ടിരിക്കുകയാണ്, വയ്യ ആൾക്ക്. അപ്പോൾ വയ്യാതെ കിടപ്പിലൊന്നുമല്ല, അത്യാവശ്യം അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. പക്ഷേ തീരെ വയ്യ. ഇനി ഇതാണ് കേട്ടോ എൻ്റെ ഇളയച്ചൻ. ഇവനാണ് ഇവിടെ താമസിക്കുന്നത്. ഇവനും എൻ്റെ പെണ്ണും 3 കുട്ടികൾ. ഇതാണ് കേട്ടോ അമ്മ. അപ്പോൾ ഇതാണ് ഇളയച്ചൻ്റെ 2ാമത്തെ മോന്, പിന്നെ ഒരു മൂത്ത പെൺകുട്ടിയും പിന്നെ ഒരു ചെറിയ പെൺകുട്ടി. ഇതാണ് ചെറുത് കേട്ടോ. അപ്പോൾ ഇവരാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്നോട്ട് താമസം. അപ്പോൾ ഓരോരുത്തരുടെ കല്യാണം കഴിയുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പോകും. ഇതാണ് കേട്ടോ എൻ്റെ റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ പഴയ ഓർമ്മകളൊക്കെ വന്നു. അടുക്കളയും ഇവിടെയൊക്കെ കാണുമ്പോൾ ചോറ് കഴിക്കാനൊക്കെ ഇരുന്നപ്പോൾ ഞങ്ങളൊക്കെ ഒരേ തിരക്കായി, നല്ല കുടുംബമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ മാറി മാറി എല്ലാവരും പോയി. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നു. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാണ് എൻ്റെ മൂത്തശ്ശിയുടെ വീട്. അപ്പോൾ അവിടേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ കുറച്ച് കടികളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്ന്. ഇവിടെ ആരും ഇല്ല കേട്ടോ. ഇവിടെ 2 മക്കളാണ്, അവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇത്താതെ മൂത്ത ആൾ കേട്ടോ ഞങ്ങളുടെ നാസർക്ക. പിന്നെ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം സംസാരിച്ച് അവിടെ നിന്ന് ചായ കുടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അച്ചുവിൻ്റെ വീട്ടിലേക്കും പിന്നെ ഒരു മൂത്തശ്ശിൻ്റെ വീടും 5-ാം മൈലാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ചിപ്സും, ആ കടയിൽ നല്ല ചിപ്സാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചിപ്സൊക്കെ വാങ്ങിയിട്ട് ഇതാണ് കേട്ടോ എൻ്റെ മോളുടെ കെട്ടിക്കൊടുത്ത വീട്. അപ്പോൾ ഇവിടേക്ക് വന്നു. ഇവിടെ ഉമ്മയും
അവൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു ഗൾഫിലാണ് എല്ലാവരും. പിന്നെ അവിടെ വന്നത് ആശിരി ഇതാ വാങ്ങി വെച്ച കാറും ഒക്കെ എടുത്ത് അവനെ ഉരുട്ടാൻ തുടങ്ങി കേട്ടോ. പിന്നെ അവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പറയാണ്ടോ വന്നത്. അപ്പോൾ പിന്നെ വന്ന് നോക്കണു ചായയും കടിയും ഒക്കെ കൊടുന്ന് കഴിച്ചിട്ട് അവിടെ കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് പിന്നെ അങ്ങനെ നേരെ സുധീർക്കാട് വീട്ടിലേക്ക് വന്നത്. ഇതൊരു മൂത്തശ്ശേരി വീടാണ് കേട്ടോ ഞങ്ങളുടെ. അപ്പോൾ ഇവിടെ വന്ന് ഇവൻ്റെ മോനാണ് കൈക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ അവൻ. അപ്പോൾ അവനെ കാണാമല്ലോ പറഞ്ഞിട്ട് വന്നാൽ അവൻ അവിടെ ഇല്ല കേട്ടോ. അവർ ഫാമിലി അവർക്ക് പുറത്ത് പോയിരിക്കുന്നു. പിന്നെ അവിടെ കയറിയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ചെറിയനുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ. ഇറങ്ങി അച്ചുവിൻ്റെ വീട്ടിലേക്കും ഞങ്ങളുടെ വീട്ടിലേക്കും അങ്ങനെ വന്നു കേട്ടോ. പാവം അച്ചുവിനെ വിട്ടിട്ട് വരാൻ മനസ്സില്ല. പിന്നെ എന്താ ചെയ്യുക, അവിടെ ഒറ്റക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവളെ അങ്ങോട്ടും വിട്ടു, ഞങ്ങളിങ്ങോട്ടും വന്നിട്ടോ പാവം. അപ്പോൾ അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങളുടെ റൂബിക്ക് തീറ്റ വാങ്ങാൻ വേണ്ടി ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് ഇവിടെ നട്ടപ്പോൾ റൂബിക്ക് തീറ്റ മേടിക്കാറ്. പിന്നെ അവിടെ വന്നപ്പോൾ റീനു അത് മേടിക്കും ഇത് മേടിക്കും എന്നൊക്കെ പറയണ്ടേ ഞങ്ങളുടെ റൂബിക്ക് ബെൽറ്റുകളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊന്നും മേടിച്ചില്ല. റൂബിയുടെ തീറ്റയും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ റൂബിക്ക് വിശന്നിട്ടിരിക്കുക. ഞങ്ങൾ പൂട്ടിയിട്ട് പോയതാണ് പാവം. വന്നതും ഫുഡൊക്കെ കൊടുത്ത് അവനക്ക് അത് അവൻ കഴിച്ചുകൊണ്ടിരിക്കും. വിളിച്ചാൽ കേൾക്കണ പോലെ കേട്ടോ. ഫുഡ് കഴിക്കാൻ തിരക്കാണ് അവൻ. പിന്നെ അങ്ങനെ വന്ന് പിന്നെ എന്താണ് പറയുക, അവൻ്റെ സ്ഥലമൊക്കെ വൃത്തിയാക്കി. പിന്നെ രാത്രി ഞാൻ എവിടെയെങ്കിലും പോയി ഒന്ന് ഫുഡ് ഉണ്ടാക്കാൻ വയ്ക്കൂല കേട്ടോ. ഞങ്ങൾ പത്തിരിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും മേടിച്ച് പിന്നെ അച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ മാങ്ങ. അപ്പോൾ അതും ഉണ്ട്. പിന്നെ അത് അച്ചാറിടണം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.